നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഗായകൻ എന്ന നിലയിൽ മലയാളത്തിന് നിരവധി ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച താരമാണ് MG ശ്രീകുമാർ. റിയാലിറ്റി ഷോ ജഡ്ജായും ഗാനമേളയിലെ സ്ഥിരം ഗായകനായും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അദ്ദേഹം. 67ലും സ്റ്റേജ് ഷോകളുമായി സജീവമാണ് ഇപ്പോഴും MG. ഗായകന്റെ ഗാനമേള മലയാളികൾക്ക് ഹരമാണ്. അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള MG ശ്രീകുമാറിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അടുത്ത പാട്ട് പാടാനായി MG തയ്യാറെടുക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ കമന്റിൽ നിന്നാണ് തുടക്കം. നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളിൽ നിന്നും വന്ന കമന്റ്. ഉടനടി കുറുക്കിക്കൊള്ളുന്ന മറുപടി MG നൽകി. ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടായിരുന്നുവോ? ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താനൊരു കാര്യം ചെയ്യൂ, വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കൂ. അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും. താൻ നല്ല പാട്ട് കേട്ടിട്ടില്ലേ? താൻ കേട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ആകും. ശരണമയ്യപ്പ, ഇവൻ ഇതൊക്കെ വേണമെന്ന്. അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. പോകുന്ന വഴി വല്ലവരും മോണയ്ക്ക് കുത്തും കേട്ടോ, പറഞ്ഞേക്കാമെന്നാണ് MGയെ പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകന് നൽകിയ മറുപടി. വീഡിയോ വൈറലായതോടെ ഗായകന്റെ മറുപടിയെ പുകഴ്ത്തിയും വിമർശിച്ചുമെല്ലാം കമന്റുകളുമുണ്ട്. വെറുതെ വഴിയിലൂടെ പോയത് ആരാധകൻ ചോദിച്ചു വാങ്ങിയതുപോലെയായി. ആ കമന്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെയാണ് പരിഹസിച്ച ആരാധകനെ വിമർശിച്ചു വന്ന കമന്റുകൾ. അതേസമയം മറ്റു ചിലർ പ്രേക്ഷകരോട് ഇത്തരത്തിൽ പരിഹസിക്കുന്ന മറുപടി പറഞ്ഞതിന് MGയെ വിമർശിച്ചുമെത്തി. നീണ്ട 4 പതിറ്റാണ്ടുകളായി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. MG ശ്രീകുമാർ എന്ന ഗായകന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ഗാനമേള കേൾക്കാൻ പോയാൽ മതി. MG ശ്രീകുമാർ പാടിയ പാട്ടും തമിഴ് നടൻ വിജയുടെ പാട്ടും ഇല്ലാതെ ഒരു ഗാനമേളയും വിജയിച്ച ചരിത്രമില്ല. മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ഇത്രയധികം വ്യത്യസ്ത പുലർത്തിയ മറ്റൊരു ഗായകൻ ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. യേശുദാസ് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം MG ശ്രീകുമാർ എന്ന ഗായകന്റെ തന്നെയാണ്. ദാസേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങൾ മലയാളത്തിൽ പാടിയ ഗായകനും ഇദ്ദേഹമാണ്. ഏതാണ്ട് 4000-ൽ കൂടുതൽ സിനിമാ ഗാനങ്ങളും 20,000-ൽ കൂടുതൽ മറ്റ് ഗാനങ്ങളും MG പാടിക്കഴിഞ്ഞു. 1982-ൽ പത്മരാജൻ സംവിധാനം ചെയ്ത MG രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് MG പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഓടരുതമ്മാവ, ആളറിയാം തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു. സഹോദരൻ MG രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാർ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലും നിന്നുമായി ഏകദേശം 35,000-ഓളം ഗാനങ്ങൾ ഇതിനോടകം MG ശ്രീകുമാർ പാടിയിട്ടുണ്ട്. 2 തവണ നാഷണൽ അവാർഡും നേടി. 3 തവണ കേരള സംസ്ഥാന അവാർഡിനും MG ശ്രീകുമാർ അർഹനായി. MGയുടെ ഫാസ്റ്റ് നമ്പർ ഗാനങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. മോഹൻലാൽ എന്ന മഹാനായ നടന്റെ ശബ്ദവുമായി ചേർന്നു നിൽക്കുന്നു എന്നതും ഗായകന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ്. മോഹൻലാലിന്റെ ശബ്ദവുമായുള്ള സാമ്യം ശ്രീകുമാറിലെ ഗായകന് പിന്നണി ഗാനരംഗത്ത് മുതൽക്കൂട്ടായി എന്ന് പറയാം. ലാലിനു വേണ്ടിയാണ് MG ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. താളവട്ടം, ചിത്രം, കിരീടം, ആര്യൻ, റാംജി റാവു സ്പീക്കിംഗ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഇന്ദ്രജാലം, ഗോഡ്ഫാദർ, യോധ, ചമ്പക്കുളത്തച്ഛൻ, അദ്വൈതം, കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ മലയാളികളുടെ ഗൃഹാതുരത്വത്തെ തൊട്ടുണർത്തുന്ന നിരവധി ഗാനങ്ങൾ ഈ ഗായകന്റെ ശേഖരത്തിലുണ്ട്.